ഹായ് ഹലോ എല്ലാവർക്കും AJR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാജൽ മേക്കിംഗ് ആയിട്ടാണ്. കുറച്ച് നാൾ മുന്നേ നമ്മൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ കുറേ കൂട്ടുകാരും യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ വാട്സപ്പിലേക്കാണെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലോങ് വീഡിയോ ഇടുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു കാജൽ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വാക്സുകൾ അതുപോലെ ഓയിൽസൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പോക്കറ്റ് സ്കെയിലും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിട്ട് കൊടുക്കുന്നത് ബീസ് വാക്സ് ആണ്, റിഫൈനഡ് ബീസ് വാക്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 3.3 ഗ്രാമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബീസ് വാക്സ് ചേർക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിന് ഒരു ഹാർഡ്നെസ് കൊടുക്കാനും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബീസ് വാക്സ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻഡിലില വാക്സ് ആണ്. ഈ ഒരു ക്യാൻഡിലില വാക്സ് എന്ന് പറയുന്നത് ഒരു തിക്കനിങ് ആൻഡ് ഹാർഡനിങ് ഏജൻ്റാണ്. നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ആകും, അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ഇതൊരു 1 ഗ്രാമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ചെറിയൊരു പോയിൻ്റ് വ്യത്യാസം കാണിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ഓയിൽസാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓരോരോ ഐറ്റം ചേർക്കുമ്പോഴും ടയർ അമർത്തിയതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ചേർക്കുന്നതെന്ന് പറയുന്നത് ജോജോബോ ഓയിലാണ്. ഈ ഒരു ജോജോബോ ഓയിൽ എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിലാണ്. ഈസിലി അബ്സോർബ് ആവും, അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിങ് കൊടുക്കുന്നു ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു 4.10 ഗ്രാമാണ് ആഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഇനി കാസ്റ്റർ ഓയിലാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് ഷൈനി ആൻഡ് ഗ്ലോസി എഫക്റ്റ് കൊടുക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് വളരെയധികം നല്ലതാണ് കേട്ടോ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. കാസ്റ്റർ ഓയിൽ ഒരു 4.11 ഗ്രാമാണ് ആഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഇതൊരു 3 to 5 ഡ്രോപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ റിച്ച് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇൻക്ലൂഡാണ്, അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസ് നൽകുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ബ്ലാക്ക് ആൽമണ്ട് പൗഡറാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇതിലോട്ട് വാക്സ് അതുപോലെ തന്നെ ഓയിൽസൊക്കെയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് കേട്ടോ നമുക്ക് മേക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബ്ലാക്ക് ആൽമണ്ട് പൗഡർ 0.5 ഗ്രാം മുതൽ 1.5 ഗ്രാം വരെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 0.7 ഗ്രാമിൻ്റെ അടുത്തോളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആഡ് ചെയ്യുന്ന വീഡിയോ അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു, വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു പൗഡറുകളും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതേ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം നമ്മൾ ആ ഒരു മിക്സ് മെൽറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും, ചെറിയ ക്വാണ്ടിറ്റിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മൾ കാജലിൻ്റെ കണ്ടെയ്നറും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5 ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് വരുന്നതാണ് കേട്ടോ. ഈ ഒരു 3 കണ്ടെയ്നറിലാണ് നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്നത്. അങ്ങനത്തെ നമ്മുടെ ആ ഒരു മിക്സ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒട്ടും സമയം കളയാതെ നമ്മൾ ചൂടോട് കൂടി തന്നെ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനി പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും. ഏകദേശം ഒരു 10-15 മിനിറ്റുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റി അല്ലേ വരുന്നത്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും. സെറ്റാവാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് അതിൽ നമ്മൾ ആ ഒരു കാജലെടുത്ത് കൈര്യങ്ങളെയും അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും സെറ്റായി കഴിയുമ്പോൾ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഞാനിതൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കാജൽ എങ്ങനെയാണ് കിട്ടിയേക്കണമെന്നുള്ളത്. ഇനി ഇത് സെറ്റാവാനായിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും. സെറ്റായി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കാജൽ എങ്ങനെയാണ് കിട്ടിയേക്കണമെന്നുള്ളത്. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാജലൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. നല്ലൊരു ടെക്സ്ചറിലാണ് കിട്ടിയേക്കുന്നത്. അധികം ഓയിൽസ് ഒന്നും അങ്ങനെ മുകളിൽ കാണുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കളറിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി ഇത്രയും കളർ നമുക്ക് പോരാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ മെൽറ്റ് ചെയ്ത ടൈം ഉണ്ടല്ലോ, അപ്പോൾ അന്നേരം 0.7 ഗ്രാം ആഡ് ചെയ്തതിന് പകരം നമുക്കൊരു 1 ഗ്രാമോ അല്ലെങ്കിൽ 1.5 ഗ്രാമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിനേക്കാളും കൂടുതൽ കളറും കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ മേക്ക് ചെയ്തപ്പോൾ കളർ കണ്ടില്ലേ, ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സേഫായിട്ട് യൂസൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. 1 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ആക്കാവുന്നതാണ്. പിന്നെ നമ്മളതിൻ്റെ ക്യാപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് ആ ഒരു കണ്ടെയ്നർ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് കാജൽ മേക്കിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്യണം. നിങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ്, ഷാമ്പൂ, ഫേസ് വാഷ്, അതുപോലെ തന്നെ ഡിബാമിനുള്ള മെറ്റീരിയൽസൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.
മെയിനായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.